ഹായ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞാൻ ഇന്ന് നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ് കേട്ടോ. അതാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം. നമ്മളുടെ RPNൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. കാരണം എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അത് കുറച്ചും കൂടെ ഇനി ബാക്കിയുണ്ട് എഡിറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ്. അപ്പോൾ വേഗം തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആം, ഒരുപാട് ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കാനഡയിലെ അവസ്ഥ എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി പേര് എനിക്ക് എൻക്വയറീസ് വിടുന്നുണ്ട്. ഒരു കുട്ടി എന്നോട് പറഞ്ഞത് ഫേസ്ബുക്കിൽ ഇതുപോലെ ജോബ് ഓഫർ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ജെന്യുവിൻ ആയിരിക്കുമോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കാനഡയിലെ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആർക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡി വിസ പോലും അപ്രൂവൽ ആകുന്നില്ല. അപ്പോഴാണ് പിന്നെ ഈ വർക്ക് പെർമിറ്റിൽ നമുക്ക് മുൻപും വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് വർക്ക് പെർമിറ്റിൽ ഇവിടെ എത്തണമെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇവിടെ ഡിപ്പെൻഡൻസ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് ആയിട്ട് വരാൻ പറ്റില്ല. കാരണം ഒത്തിരി പേര് പിന്നെയും എൻക്വയറി ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഒത്തിരി പേരോട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് കരുതിയത്. കൂടുതൽ പേരും ഒന്നുകിൽ സ്റ്റഡി വിസ അല്ലെങ്കിൽ PR ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് വർക്ക് പെർമിറ്റിന് വരാനുള്ള ഓപ്ഷൻ വളരെ കുറവാണ് കേട്ടോ. ഇനി അഥവാ നിങ്ങളോട് നിങ്ങളുടെ ഏജൻറ്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കങ്ങനെ ഡയറക്റ്റ് വിസ മുമ്പൊക്കെ LMIA ഒക്കെ വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുമില്ല. അതും അവർ നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകെയുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ PR അല്ലെങ്കിൽ സ്റ്റഡി വിസയാണ്. അപ്പോൾ ഈ വർക്ക് പെർമിറ്റ് വെച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നത് തന്നെ ഉഡായിപ്പായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരിടയ്ക്ക് നമുക്ക് കുറച്ച് ആ ഒരു കോവിഡ് കഴിഞ്ഞ സീസണിൽ കുറച്ച് ഹയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് ആയിട്ട്. അത് നേഴ്സസിന് നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ആ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് നേഴ്സസിനെന്നല്ല ആർക്കും തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റും നാട്ടിൽ നിന്ന് അവർ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ ഉള്ളവർ നാട്ടിൽ നിന്ന് ആരെയും തന്നെ റിക്രൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയും മാക്സിമം അവർ ആൾക്കാരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നിർത്തിക്കൊണ്ട് പാർട്ട് ടൈമും കാഷ്വലും ഒക്കെ പൊസിഷൻസ് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫിനെ, അതായത് നമ്മുടെ റിട്ടയർമെൻറ്റ് ആകാൻ ആയിട്ടുള്ള സ്റ്റാഫ്, ഇപ്പം 4-5 വർഷം ബാക്കിയുള്ളവർക്ക് അവർ ഇമെയിൽ അയക്കുകയാണ്. നിങ്ങൾ വോളണ്ടിയർ ആയിട്ട് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഡോളർ ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിട്ടയർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഫർ ചെയ്യുകയാണ് കേട്ടോ. അവർ അങ്ങനെ പോലും കൂടെ അവർ ആൾക്കാരെ കുറച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയുന്നവരോട് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അവരെ കൊണ്ടുവരാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ്, അല്ലെ അവർ രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവരിങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നിങ്ങളൊരിക്കലും ഒരു 5 പൈസ പോലും നിങ്ങളുടേത് നഷ്ടപ്പെടരുത്. അതിനു വേണ്ടിയാണ്. കാരണം നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. അത് വല്ലവർക്കും കൊണ്ട് കൊടുത്ത് പിന്നെ അവസാനം വല്ലവരുടെയും മുൻപിൽ കൈ നീട്ടി നടക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ചതിയിൽ പെടരുത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു ഏജൻസിക്കും പൈസ കൊടുക്കുകയും ചെയ്യരുത്, അപ്ലൈ ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം NCLEX-നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. കാരണം അതിന് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഉള്ള സമയത്ത് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. NCLEX പാസ്സാകാൻ പറ്റുന്നവരാണ് പാസ്സാവുക. NCLEX പാസ്സാകാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ എങ്ങനെ നമുക്ക് പാസ്സാവാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക കേട്ടോ. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ NCLEX നമുക്ക് എങ്ങനെ സെൽഫായിട്ട് പഠിക്കാം എന്നുള്ള വീഡിയോയിൽ ഞാൻ മാർക്ക് ക്ലിമക്സിൻ്റെ വീഡിയോയുടെ
ഡീറ്റെയിൽസ് ഞാൻ അറ്റാച്ച്മെന്റ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷെ അത് യൂട്യൂബിന്റെ എന്തോ പോളിസിയുടെ ഇതുകൊണ്ടാണ് കേട്ടോ, ഞാൻ അത് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ അത് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴൊക്കെയും അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ആയി പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ മാർക്ക് ലിമിറ്റ്സിന്റെ വീഡിയോസ് തരാമോ, അല്ലെങ്കിൽ അതിന്റെ നോട്ട് അയച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, അല്ലെ മെയിലായിട്ട് ഇമെയിലായിട്ടൊക്കെ അയക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗൂഗിളിൽ അതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ചു തരാം. കാരണം ഞാനും ഗൂഗിളിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്. അതിൽ ഓഡിയോസിന്റെ ലിങ്കും ഉണ്ട്, അതുപോലെ തന്നെ PDF-ന്റെ അതിന്റെ നോട്ട്, ഈ ഓഡിയോസിന്റെ എല്ലാം നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു നോട്ടിന്റെ PDF ആയിട്ടുള്ള ഒരു ഫയലും ഉണ്ട്. അപ്പൊ ഈ രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള അത്ര ക്ഷമയില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൽ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം ഒത്തിരി പേര് എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അത് ഞാനായിട്ട് റിമൂവ് ചെയ്തതല്ല, ഞാനൊരു കുറേ പ്രാവശ്യം ഞാനതിൽ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും റിമൂവ് ആയി പോവുകയാണ് കേട്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട്. എന്തെങ്കിലും ഒരു പോളിസിയുടെ ഇതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ. അതിൻ്റെ ഡീറ്റെയിൽസ്, ശരിക്കുള്ള റീസൺ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ്, ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കാര്യങ്ങൾ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പറ്റുന്നിടത്തോളം, എനിക്കറിയാവുന്നിടത്തോളം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ജോലി വാങ്ങിച്ചു തരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം പിന്നെ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ജോലി തരപ്പെടുത്താനായിട്ട് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. അതല്ലാതെ നമുക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനൊന്നും നമ്മൾ ഏജന്റോ അല്ലെങ്കിൽ മറ്റ് ഇതൊന്നും അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇതുമില്ല, പ്രൊമോഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഞാനിവിടെ വന്നതിൽ നിന്ന് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പോലെ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലത് ഉൾക്കൊള്ളാം, അല്ലാത്തത് തള്ളിക്കളയാം. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലത് ആയിട്ടുള്ളത് നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തത് നിങ്ങൾ ഉപേക്ഷിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നഴ്സിങ്ങിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എല്ലാ കാലവും, ഈ ഉള്ള കാലം മുഴുവൻ എങ്ങനെ നിലനിന്ന് പോകണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഈ റൂൾസ് ഒക്കെ ചേഞ്ച് ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.